ഈ വീഡിയോയിൽ നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി പഠിക്കാം. ഇപ്പോൾ നമുക്ക് പല സാഹചര്യത്തിലും പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ പുറത്ത് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുടയെടുക്കണം, മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ കുടയെടുക്കണ്ട. അങ്ങനെ പല സാഹചര്യങ്ങളും പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞ പോലെ പ്രോഗ്രാമിങ്ങിന് നമ്മൾ കണ്ടു എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സപ്പോസ് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു, അതിനുശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം അടുത്തത് അങ്ങനെ. ഇപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ലൈൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സപ്പോസ് റെയിനിങ് എന്ന് വെച്ചാൽ മഴ പെയ്യുവാണോ അല്ലയോ എന്നുള്ളത്. സപ്പോസ് നമ്മൾ ട്രൂ ആയിട്ട് ആ വേരിയബിളിനെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ വേരിയബിളിനെ അല്ലെങ്കിൽ ആ കണ്ടീഷനെ ബേസ് ചെയ്ത് നമുക്കൊരു ലോജിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നി, അഥവാ കുറച്ച് കോഡ് ചെയ്യണമെന്ന് തോന്നി. റെയിനിങ് ഒരു കണ്ടീഷൻ കൊടുത്തു. അതിനുശേഷം ഇതൊരു ഷോർട്ട് കട്ടാണ്. സിസ് ഔട്ട് എന്ന് അടിച്ചിട്ട് കൺട്രോൾ പ്ലസ് ആ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് പ്രിൻ്റായി കിട്ടും. അപ്പോൾ എപ്പോഴും ടൈപ്പ് ചെയ്യണമെന്നില്ല. മഴ പെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുടയെടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ കുടയെടുക്കണ്ട. ഇപ്പോൾ ഒരു തീരുമാനമായില്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു ബൂളിയൻ വാല്യൂ അല്ലെങ്കിൽ നമ്മളൊരു ലെസ് ദാനോ സ്മോളർ ദാനോ ഒക്കെ ചെക്ക് ചെയ്യുന്നതോ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഔട്ട്കം ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക്, അതായത് ഇഫ് ബ്ലോക്ക്, അതായത് ഇഫിൻ്റെ അകത്ത് കിടക്കുന്ന ഇത്രയും കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ എൽസിൻ്റെ അകത്ത് കിടക്കുന്ന ഇത്രയും കോഡ് എക്സിക്യൂട്ട് ആവും. അതായത് ഈ കേളി ബ്രാക്കറ്റ് തൊട്ട് ഈ കേളി ബ്രാക്കറ്റ് വരെ. അതല്ല ആ കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ എൽസിൻ്റെ ഈ കേളി ബ്രാക്കറ്റ് തൊട്ട് ഈ കേളി ബ്രാക്കറ്റ് വരെ. ഇനി റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ടേക്ക് അംബർല എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഇത് ഫോൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിന് ഫോൾസ് കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് റൺ ചെയ്ത് നോക്കുക. അതിൻ്റെ എൽസ് കണ്ടീഷനിലേക്ക് വന്നു. അതായത് ഈ വാല്യൂ ഫോൾസ് ആയതുകൊണ്ട്, ഇഫ് ഫോൾസ് ആയതുകൊണ്ട് എൽസ് കണ്ടീഷൻ വർക്ക് ചെയ്തു. അതായത് എൽസിൻ്റെ അകത്തുള്ളത് വർക്ക് ചെയ്തു. അടുത്തായിട്ട് നോക്കേണ്ടത് ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു വേരിയബിളാണ് കണ്ടത്, ഒരു ബൂളിയൻ വാല്യൂ ആണ് കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ 5 എന്ന് പറഞ്ഞ വാല്യൂ 2 വലുതാണോ? അത് ശരിയാണ്, കാരണം 5 എപ്പോഴും എല്ലായ്പ്പോഴും 2 വലുതാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇത് ട്രൂ ആയതുകൊണ്ട്, ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ ഇഫ് ബ്ലോക്ക് എപ്പോഴും വർക്ക് ചെയ്യും. അതായത് ഇത്രയും സെക്ഷൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല, കാരണം ഇതൊരിക്കലും തെറ്റില്ല. അപ്പോൾ ഇതൊരിക്കലും വർക്കില്ല. അതാണ് ഇവിടെ ഡെഡ് കോഡ് എന്ന് കാണിച്ചു, കാരണം ഈ സെക്ഷനിലേക്ക് ഒരിക്കലും എത്തില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടു ഈക്വൽ ടു 2, ഈ രണ്ട് ഈക്വൽ സൈൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന വാല്യൂം റൈറ്റ് സൈഡിലിരിക്കുന്ന വാല്യൂം ഒന്ന് തന്നെയാണോ എന്ന് കമ്പയർ ചെയ്യുക, അല്ലാതെ അസൈൻ ചെയ്യുകയല്ല. നമ്മൾ നേരത്തെ കണ്ടു ഇൻറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എന്ന വാല്യൂ എടുത്ത് എക്സിലേക്ക് വെച്ച് കൊടുക്കും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് 2 എന്ന് പറയുന്ന വാല്യൂ ഇപ്പുറത്തിരിക്കുന്ന 2 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് സെയിം ആണോ, അല്ലെങ്കിൽ ഇടതുവശത്തിരിക്കുന്ന വാല്യൂ വലതുവശത്തിരിക്കുന്ന വാല്യൂ ആയിട്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അവിടെ ഈ പറഞ്ഞ പ്രശ്നം തന്നെ ഈ സെക്ഷൻ ഒരിക്കലും വരയ്ക്കുക, കാരണം ഇതൊരിക്കലും തെറ്റില്ല. പിന്നെ നോക്കാനുള്ളത് ഈ വേരിയബിള് നമുക്കൊന്ന് നോട്ട് ഓപ്പറേറ്റർ വെച്ച് ചെയ്തു നോക്കാം. അതായത് ഈ വേരിയബിളിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, അതായത് ഇങ്ങനെയൊരു മാർക്ക് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ എന്താണോ വാല്യൂ, ഈ വാല്യൂ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടു മഴ പെയ്താൽ കുട എടുക്കണം, അത് ഓക്കെ, ലോജിക്കുള്ള കാര്യമാണ്. അപ്പോൾ ഈ കേസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെയിനിങ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇപ്പോൾ ട്രൂ ആയിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ കേസിലായിരുന്നെങ്കിൽ ഈ നോട്ട് ഓപ്പറേറ്റർ ഇടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ റെയിനിങ് എന്ന് പറഞ്ഞ വാല്യൂ ട്രൂ ആണ്, അതുകൊണ്ട് ഈ സെക്ഷൻ വർക്ക് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ നോട്ട് ഓപ്പറേറ്റർ ഇട്ടിരിക്കുന്ന കാരണം, അതായത് ഈ സിമ്പൽ ഇട്ടിരിക്കുന്നത് കാരണം ഈ വാല്യൂ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എടുക്കുള്ളൂ. അതായത് ഇപ്പോൾ ഈ റെയിനിങ് എന്ന് പറഞ്ഞ വാല്യൂ ട്രൂ ആണ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഫോൾസ് ആണ്. അപ്പോൾ ഈ ഫോൾസ് ആയത് കാരണം എൽസ് കണ്ടീഷനിലേക്ക് വരും. അതായത് ഇനി പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് ഈ സെക്ഷനായിരിക്കും, ഡോണ്ട് ടേക്ക് അംബ്രല്ല. ഒന്ന് റൺ ചെയ്ത് നോക്കുക, കണ്ടോ, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ നോട്ട് ഓപ്പറേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടോ, ടേക്ക് അംബ്രല്ല, അതായത് സാധാരണ രീതിയിൽ ഉള്ള കണ്ടീഷൻ സംഭവിച്ചു. ഇനി നമ്മൾ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അതായത് ഈ കണ്ടീഷൻ ഇങ്ങനെയും ചെയ്യാം. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റിസൾട്ടിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. നമ്മൾ നേരത്തെ കണ്ടത് ഒരു വേരിയബിളിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു, അതായത് ഒരു വേരിയബിൾ അല്ല, സോറി, ഒരു വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എടുത്തു. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്തു, അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എടുത്തു.
അതായത് പാസ് മാർക്ക് എന്ന് പറയുന്ന ഈ വാല്യൂ, അതായത് 50 > 20 ആണോ, ശരിയാണ്, ഓക്കെ. അപ്പോൾ ആ ട്രൂ, ഇത്രയും ബ്രാക്കറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന ഈ സെക്ഷൻ ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ ട്രൂവിൻ്റെ ഓപ്പോസിറ്റ്, എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ഈ സെക്ഷൻ വർക്ക് ചെയ്യും, അതായത് ഡോണ്ട് ടേക്ക് അംബ്രല്ല സെക്ഷൻ വർക്ക് ചെയ്യും. റൺ ചെയ്യുക, ഡോണ്ട് ടേക്ക് അംബ്രല്ല, അതായത് ഈ കണ്ടീഷൻ്റെ റിസൾട്ട്, ആ റിസൾട്ടിൻ്റെ ഓപ്പോസിറ്റ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നോക്കാവുന്നത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം നമുക്ക് വേറെയും കണ്ടീഷൻ എഴുതാം. അതായത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എൽസ് ഇഫ് എന്ന് ടൈപ്പ് ചെയ്ത് ചെയ്യണം. എൽസ് ഇഫ്, അതിനുശേഷം പറയുന്ന എൽസ് കണ്ടീഷൻ ചെയ്യണം. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ എഴുതാം. അതായത് ഇപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വെറുതെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ ഇതിൽ വലിയ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് വിടുക. കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം വിശദമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ കാണാം. ഇതെല്ലാം നിങ്ങൾക്കൊരു ജാവയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കാണിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ നേരത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉപയോഗിച്ചു, ഒരു ബൂളിയൻ വേരിയബിൾ ഉപയോഗിച്ചു, അതിനുശേഷം ഒരു കണ്ടീഷൻ വെറുതെ ടെസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടീഷനിൽ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പാസ് മാർക്ക് എന്ന് പറഞ്ഞ വാല്യൂ 50 ആണ്. അപ്പോൾ 50 > 20 ആണ് ചെക്ക് ചെയ്തു, അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു. അപ്പോൾ ഈ സെക്ഷനിലേക്ക് വരും. കാരണം അതവിടെ ഫോൾസ് ആയതുകൊണ്ട് ഇഫിൻ്റെ അകത്ത് ഈ നോർ ഓപ്പറേറ്റർ ഈ കണ്ടീഷനിൽ ചെയ്ത് കാരണം, അതായത് ഈ ചെക്കിങ്ങിൽ ചെയ്ത് അതിൻ്റെ റിസൾട്ടിൻ്റെ ഓപ്പോസിറ്റ് എടുത്തപ്പോൾ ഫോൾസ് ആയത് കാരണം ഈ സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നോക്കുക, പാസ് മാർക്ക് 50 > 60 ആണോ, അല്ല. അപ്പോൾ വീണ്ടും പോകുന്നത് അടുത്ത ബ്ലോക്ക് ഓഫ് കോഡിലേക്കാണ്, അതായത് അടുത്ത ഒരു ഭാഗം കോഡിലേക്ക് പോകും. കാരണം ഈ സെക്ഷനിലേക്ക് വരും. അപ്പോൾ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കുക. കണ്ടോ, ഈ മൂന്നാമത്തെ എൽസിലേക്ക് വന്നു. അതായത് ഇവിടെ രണ്ടിടത്തും ആദ്യത്തെ ഇഫിൽ നടന്നില്ല, രണ്ടാമത്തെ എൽസിഫ് ചെക്ക് ചെയ്തപ്പോൾ അവിടെയും സാറ്റിസ്ഫൈ ആയില്ല. അപ്പോൾ ഇതൊന്നും അല്ലാത്ത അവസാനം എൽസിലേക്ക് വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് സ്വിച്ച് എന്ന് പറയുന്നൊരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ്. അതായത് നമുക്കിപ്പോൾ ഇതുപോലെ കുറേ എൽസിഫുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ എൽസിഫ് ചെയ്യേണ്ടി വരും. അതായത് കുറേ ഡിസിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ എൽസിഫ് ഇടേണ്ടി വരും. അപ്പോൾ അതിന് പകരം കാര്യം ആണ് ഈ പറയുന്ന സ്വിച്ച്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ വായിക്കുന്നതിലും കുറച്ചുകൂടി റീഡബിൾ ആണ്. അതായത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ.
സ്വിച്ച് എന്ന് പറയുന്നത് നമുക്കൊരു വേരിയബിൾ കൊടുത്ത് നോക്കാം. ഇൻറ്റ് മന്ത് ഒരു വാല്യൂ കൊടുക്കുക. അതായത് ഇപ്പോൾ 4ാമത്തെ മാസമാണ്, അല്ലെങ്കിൽ ഈ വേരിയബിൾ മന്ത് എന്ന് പറയുന്ന വേരിയബിൾ ഒരു വാല്യൂ കൊടുത്തു. അതിനുശേഷം സ്ട്രിങ് എന്നൊരു ഡാറ്റ ടൈപ്പ് കൊടുത്തു. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് അല്ല, അത് പ്രത്യേകം ഓർത്തുകൊള്ളുക. നമ്മൾ നേരത്തെ പഠിച്ച ഇൻറ്റ്, ക്യാര്, ഫ്ലോട്ട്, ഡബിള്, ലോങ്, ബൂളിയൻ അതിലൊന്നും പെടാത്തൊരു ഡാറ്റ ടൈപ്പാണ്. ഇതിനെപ്പറ്റി ഞാൻ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ വിശദമായിട്ട് പറയാം. ഇപ്പോൾ സപ്പോസ് ഇത്ര വിചാരിക്കുക, ഒരു ഡാറ്റ ടൈപ്പാണ്, പക്ഷേ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് അല്ല. അപ്പോൾ ഈ വാല്യൂയിലേക്ക്, അതായത് നമ്മൾ സ്ട്രിങ്ങുകൾ, അതായത് വാക്കുകളും അക്ഷരങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പിലേക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മളൊരു സ്വിച്ച് കണ്ടീഷൻ എഴുതുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താണോ ചെക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ മന്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ മന്തിൻ്റെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യണം. ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടു. അതായത് ഇത്രയാണ് സ്വിച്ചിൻ്റെ ഭാഗം. നമ്മളിവിടെ കണ്ട പോലെ ഇത്രയും എൽസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കേളി ബ്രാക്കറ്റ് തൊട്ട് ഈ കേളി ബ്രാക്കറ്റ് വരെ എൽസിൻ്റെ ഭാഗം എന്ന് പറയുന്ന പോലെ ഇത്രയാണ് ഒരു സ്വിച്ചിൻ്റെ ഭാഗം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഈ മന്താണ് ചെക്ക് ചെയ്യുന്നത്. അഥവാ 1 ആണോ ആ വാല്യൂ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി. അതായത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ ഈ സ്വിച്ച് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ്റെ അകത്തുള്ള വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ മന്ത് സ്ട്രിങ് എന്ന വേരിയബിളിലേക്ക് ജനുവരി എന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുക, അഥവാ സ്വിച്ചിൽ നിന്ന് പുറത്ത് കിടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കേസ് 2ലേക്ക് സ്വിച്ച് നോക്കും. അതായത് നമ്മളിവിടെ ഇത് ബ്രേക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി എന്ന് വെച്ചാൽ മന്ത് എന്ന് പറയുന്ന ആ വേരിയബിളിലെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേസ് 2ലേക്ക് പോകും. അപ്പോൾ സപ്പോസ് ഈ വാല്യൂ 1 അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത കേസിലേക്ക് പോകും. ആ കേസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ട്രിങ്ങിൻ്റെ വാല്യൂ ഫെബ്രുവരി ആയിട്ട് സ്റ്റോർ ചെയ്യും. വീണ്ടും ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്യുക. അതായത് നമുക്ക് ഈ സ്വിച്ചിൻ്റെ പുറത്ത് കിടക്കണം. വീണ്ടും അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്തു. വീണ്ടും ബ്രേക്ക് ചെയ്യുക. മന്ത് സ്ട്രിങ്, അതാണ് എറർ പറ്റിയത്. വീണ്ടും അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഏപ്രിൽ. വീണ്ടും ബ്രേക്ക് ചെയ്തു. ഇതല്ലാതെ ഇതിലൊന്നും പെടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്കൊരു കണ്ടീഷൻ കൂടി കൊടുക്കാം. ഇതിലൊന്നും പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട്, അഥവാ ഇതൊന്നും സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യിക്കുക. അതായത് ഈ ഒരു ലൈൻ ഓഫ് കോഡ് വർക്ക് ചെയ്യും. നോ മന്ത് മെൻഷൻഡ്.
ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കുക. ടേക്ക് റെയിൻ കോട്ട്, അതല്ലല്ലോ വേണ്ടത്. ഓക്കെ, ഈ വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആ സെൻറ്റൻസിൻ്റെ കൂടെ നമ്മൾ ആ വാല്യൂ ചേർത്ത് വെക്കും. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ ദ കറണ്ട് മന്ത് ഈസ് ഏപ്രിൽ എന്ന് കാണാൻ പറ്റും. ഇനി ഞാൻ ആ വാല്യൂ ഒന്നാക്കി നോക്കിയാൽ ദ കറണ്ട് മന്ത് ഈസ് ജാനുവരി എന്ന് കാണാൻ പറ്റും. ഇനി ഇതിലൊന്നും പെടാത്തൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് 7 കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് മന്ത് ഈസ് നോട്ട് മെൻഷൻഡ് എന്ന് കാണിക്കും. അതായത് ഈ പറയുന്ന 4 കേസിലും ഇത് സാറ്റിസ്ഫൈ ആയില്ല, അഥവാ ഈ മന്തിൻ്റെ വാല്യൂ ഈ വാല്യൂ ആയിട്ടോ ഈ വാല്യൂ ആയിട്ടോ ഈ 2 വാല്യൂ ആയിട്ടോ മാച്ച് ആയില്ല. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇത് വർക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.